DDRC അജിലസ് ലബോറട്ടറിയുടെ സേവനങ്ങൾ ഇപ്പോൾ മടത്തറയിലും. എല്ലാവിധ ലാബ് ടെസ്റ്റുകളും മടത്തറ DDRCയിൽ ലഭ്യമാണ്. DDRC പാലോട് റോഡ്, മടത്തറ. സ്ത്രീ സുരക്ഷയ്ക്ക് പ്രാധാന്യം നൽകുന്നുവെന്ന് അവകാശപ്പെടുന്ന പിണറായി സർക്കാരിന്റെ ഭരണത്തിൽ ഇതേ പാർട്ടിയിലെ ജനപ്രതിനിധിയായിരുന്ന ഒരു വനിതാ അംഗം എന്തിന് നാടുവിട്ടു എന്ന് CPM വ്യക്തമാക്കണമെന്ന് BJP സംസ്ഥാന സമിതി അംഗം ഷോൺ ജോർജ് ആവശ്യപ്പെട്ടു. CPM-ഉം ഇടതുമുന്നണിയും ആലഞ്ചേരിയിൽ വീണ്ടും വോട്ട് തേടിയെത്തുന്നത് അപഹാസ്യമാണ്. പൗരത്വ നിയമം ഭേദഗതി ചെയ്തപ്പോൾ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഭയം ജനിപ്പിച്ച CPM വഖഫ് നിയമ ഭേദഗതി വരുമ്പോഴും അതേ തന്ത്രം പയറ്റുകയാണെന്നും ഷോൺ ജോർജ് പറഞ്ഞു. ആലഞ്ചേരിയിൽ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട NDA വാർഡുതല കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു ഷോൺ ജോർജ്. അദ്ദേഹത്തിനെ വിളിച്ച് എന്താണ് ഇവിടെ ഇങ്ങനെ ഒരു ബൈ ഇലക്ഷൻ വരാനുള്ള കാരണം? ഇപ്പോൾ സ്വാഭാവികമായി ഞാൻ ഇന്ന് വന്ന് നിങ്ങളോട് പ്രസംഗിക്കുമ്പോൾ ആ വിഷയത്തെക്കുറിച്ച് പരാമർശിക്കണം എന്ന് ഓർത്താണ് ഞാൻ നിഷ്പക്ഷനായ മറ്റൊരു വ്യക്തിയെ വിളിച്ച് എന്താണ് ഇവിടുത്തെ യഥാർത്ഥ അവസ്ഥ എന്ന് ചോദിച്ചത്. ഒരു 4-5 മിനിറ്റ് കൊണ്ട് എന്തുകൊണ്ടാണ് ഇവിടെ ബൈ ഇലക്ഷൻ നടന്നതെന്ന് അദ്ദേഹം എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നപ്പോഴാണ് ഞാൻ അതിലും വലിയ പ്രതിസന്ധിയിലായിപ്പോയത്. കാരണം എന്തുകൊണ്ടാണ് ഇവിടെ ബൈ ഇലക്ഷൻ ഉണ്ടായത് എന്ന് എനിക്കൊരു മൈക്കിലൂടെ പ്രസംഗിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഈ ബൈ ഇലക്ഷൻ എന്തുകൊണ്ട് ഈ നാട്ടിൽ വന്നു എന്ന്, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ കാരണമെന്ന് മൈക്കിലൂടെ, പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ ഇരിക്കുന്നൊരു വേദിയിൽ ഒരാൾക്ക് പ്രസംഗിക്കാൻ കഴിയില്ല. ഞാൻ വീണ്ടും പ്രതിസന്ധിയിലായിപ്പോയി. ഇവിടെ മുമ്പുണ്ടായിരുന്ന ഒരു മെമ്പർ രാജിവെച്ച് പോകുന്ന സാഹചര്യം ഉണ്ടായി. ആ രാജിവെച്ച് പോകുന്ന സാഹചര്യം ഉണ്ടായതിൽ ഈ നാട് ഭരിക്കുന്ന പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റിയുടെ അനുശേചനായ നേതാവിന് വലിയ പങ്കുണ്ട് എന്നുള്ളത് ഇന്നലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ അംഗമല്ലാത്ത ആ വ്യക്തിയിൽ നിന്നും എനിക്കറിയാൻ കഴിയും. വാർഡ് പ്രസിഡന്റ് A. സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ചു. BJP ജില്ലാ പ്രസിഡന്റ് BB ഗോപകുമാർ, സംസ്ഥാന കൗൺസിൽ അംഗം BB വിജയമോഹൻ, മണ്ഡലം പ്രസിഡന്റ് ഉമേഷ് ബാബു, നേതാക്കളായ ഗിരീഷ് അമ്പാടി, S. പത്മകുമാരി, സുമൻ ശ്രീനിവാസൻ, KS ബാബുരാജൻ, R. ജയചന്ദ്രൻ, BG രഞ്ജിത്ത്, SL അഖിൽ, P. വിഷ്ണു, സ്ഥാനാർത്ഥി M. ഷൈനി തുടങ്ങിയവർ പ്രസംഗിച്ചു. നാട്ടുവാർത്ത, ഏരൂർ.